ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഞാൻ ഒരു Q&A വീഡിയോ ആണ് ഉദ്ദേശിച്ചത് ഇന്നത്തെ വീഡിയോ. പക്ഷേ ക്വസ്റ്റ്യൻ ആരും എന്നോട് ചോദിച്ചില്ല. ഞാൻ തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ Q&A വീഡിയോ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. വലിയ യൂട്യൂബേഴ്സ് ആയാലും ചെറിയ യൂട്യൂബേഴ്സ് ആയാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞാൻ ഒരുപാട് കണ്ടിട്ട് അതിൽ നിന്ന് കോമൺ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ യൂട്യൂബേഴ്സിനോടും ചോദിക്കുന്ന ചെറിയ ഒരു 3-4 ക്വസ്റ്റ്യൻ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിന് ഒരു റിപ്ലൈ തരാം. ഞാൻ തന്നെ ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിനുള്ള ആൻസർ തരാമെന്ന് വിചാരിച്ചേ. കാരണം ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്ന ഒരു Q&A വീഡിയോ ചെയ്യണമെന്ന്. അത് പക്ഷേ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അത്ര അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഞാൻ തനിയെ ചോദ്യം പറഞ്ഞിട്ട് അതിന് ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം എല്ലാവരോടും ചോദിക്കുന്ന പേര്, നാട്, ഇതൊക്കെ തന്നെയല്ലേ. എൻ്റെ പേര് അനു എന്നാണ്. എൻ്റെ നാട് ഓച്ചിറയാണ്, അതായത് കൊല്ലം ജില്ലയിൽ ഓച്ചിറ. നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പരബ്രഹ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഓച്ചിറയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. എൻ്റെ സ്വന്തം വീടും പിന്നെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീടും ഓച്ചിറയിൽ തന്നെയാണ്. പ്രോപ്പർ ഓച്ചിറയാണ്. അപ്പം നമ്മൾ പ്രോപ്പർ ഓച്ചിറയാണെന്ന് പറയുമ്പം ചിലപ്പം എല്ലാവരും വിചാരിക്കും ലവ് മാരേജ് ആണോ എൻ്റെത്. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനോടും പിന്നത്തെ ഉള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ മാരീഡ് ആണെങ്കിൽ ചോദിക്കും ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നുള്ള ചോദിക്കും. എൻ്റെത് ലവ് മാരേജ് അല്ല. ഞാൻ ഓച്ചിറയിലാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ എന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഓച്ചിറയുടെ പരിസരത്ത് പോലും വെച്ച് കണ്ടിട്ടില്ല എൻ്റെ ഹസ്ബൻഡിനെ. അപ്പോൾ എൻ്റെ ലവ് മാരേജ് അല്ല, പക്ക അറേഞ്ച്ഡ് മാരേജാണ് എൻ്റെത്. പിന്നെ 2 മക്കളുണ്ട്. 2 ആൺമക്കളാണ്. മൂത്താൾ 6th പഠിക്കുന്നത്, ഇളയാൾ 4th പഠിക്കുന്നത്. അവർ നമ്മുടെ തൊട്ടടുത്ത് കായംകുളത്ത് ഏഞ്ചൽസ് ആർക്ക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഏഞ്ചൽസ് ആർക്ക് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, തനി വീട്ടമ്മയാണ് ഞാൻ. വർക്ക് ചെയ്യാനെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നിനും പോകാൻ പറ്റിയില്ല. എൻ്റെ ഇളയ മോനാണ് പുറകിൽ നിൽക്കുന്നത്. മോനൂസേ ഒരു ഹായ് പറഞ്ഞേ. അവൻ എൻ്റെ കൂടെ മിക്കവാറും എല്ലാ വീഡിയോസിനകത്ത് എൻ്റെ ഇളയ മോൻ കാണും. മൂത്ത ആൾ ഒരിച്ചിരി അവൻ അങ്ങനൊന്നും വലിയ ഇഷ്ടമല്ല, ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യുന്നതൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അതിലോട്ട് കയറിയില്ല. തനിയൊരു വീട്ടമ്മ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ലതീഷ് എന്നാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അബ്രോഡിലാണ്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, അച്ഛൻ, എൻ്റെ ചേച്ചി, മക്കൾ, ചേച്ചിയുടെ ഹസ്ബൻഡ്. അച്ഛൻ തൽക്കാലം ഞങ്ങൾ കൂടെ ഇല്ല. ഒരു 4-5 വർഷമായി അച്ഛൻ ഞങ്ങളെ വിട്ട് പോയിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. ആ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ, ചേച്ചി, പിന്നെ അമ്മ, അച്ഛൻ. ഇപ്പം അവിടെയും അച്ഛൻ മരിച്ച് 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ അച്ഛൻ മരിച്ചു പോയി. അപ്പോൾ എൻ്റെ അച്ഛനും ഇല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും ഇല്ല. പിന്നെ ബാക്കി ചേച്ചി അനിയനും ഒക്കെ മാരീഡാണ്. എല്ലാവരും വർക്ക് ചെയ്യുന്ന. പിന്നെ സന്തുഷ്ട കുടുംബം, ഒരു ചെറിയ ഫാമിലിയായിട്ട് നമ്മൾ പോകുന്നു. യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 3 വർഷത്തോളമൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് പൈസ ഒന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. കാരണം യൂട്യൂബിൻ്റെ ഒരു ടേംസ് ആൻഡ് പോളിസി അനുസരിച്ചിട്ട് $100 ആവാതെ നമുക്ക് ഫസ്റ്റ് ഏണിങ്സ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് $100 ആയിട്ടില്ല. പിന്നെ ചില ലോങ് വീഡിയോസൊക്കെ എനിക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട്, ചിലത് വലിയ വ്യൂ ഇല്ല. ഷോർട്ട് വീഡിയോസൊക്കെ പെട്ടെന്ന് ക്ലിക്ക് ആവുന്നുണ്ട്. എന്തായാലും ദൈവം സഹായിച്ച് ഈ ഒരു വർഷം എനിക്ക് ഇതിൻ്റെ ഒരു പൈസ, നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാന മാർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നു, ദൈവം സഹായിച്ചാൽ. പിന്നെ വേറെ എന്താ, ഇതൊക്കെ തന്നെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതൊക്കെ തന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ ആൻസർ ചെയ്യുന്നു. പിന്നെ വലിയ ഇഷ്ടമായിരുന്നു ഒരു Q&A വീഡിയോ ചെയ്യാൻ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചോദിക്കാം കേട്ടോ. അപ്പം വേറെ എന്താ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. നമ്മുടെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോയി കമൻറ്റ് ഇട്ട് എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് പോവുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ടാറ്റാ. മോനുസേ ടാറ്റ കൊടുത്തേ, ബായ് പറഞ്ഞേ. ബൈ.